അപ്പോൾ ചിത്തു നമ്മുടെ UK, അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയൻ ആഫ്ര രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രോസസ്സാണല്ലോ. ഞാനൊക്കെ ഒരു 1 ഇയർ മുന്നേ ചെയ്തിരുന്നു. ഇപ്പോൾ ആ പ്രോസസ്സിന് റീസെൻ്റ്ലി കുറച്ച് ചേഞ്ചസ് വന്നിരുന്നേ കേട്ടു. അപ്പോൾ അത് എന്താണെന്നൊന്ന് പറയാം. റീതു ഒക്കെ ചെയ്ത ടൈമിൽ പേപ്പർ വർക്ക് വഴി ന്യൂ സ്റ്റാൻഡർഡൈസേഷൻ എടുത്തിട്ട് അത് ഓസ്ട്രേലിയനൈസേഷനോട് കൺവേർട്ട് ചെയ്യുമായിരുന്നു. നമുക്ക് ഇപ്പം ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും ഓസ്ട്രേലിയയുടെ. പക്ഷേ ആഫ്ര നിർദ്ദേശിക്കുന്ന റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. ഒന്നാമത്തേത്, നിങ്ങളിപ്പം UK ആവട്ടെ അയർലൻഡ് ആവട്ടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഹോം കൺട്രിയിൽ 2017 ജാനുവരി 1 ശേഷമായിരിക്കണം. പിന്നെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മിനിമം 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അവിടുത്തെ വാലിഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ തന്നെ ഉണ്ടാവണം. അത് ഓഫ് കോഴ്സ് അവിടുത്തെ ലൈസൻസിങ് എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ആഫ്ര നിർദ്ദേശിക്കുന്ന സ്കോർ നമ്മൾ മീറ്റ് ചെയ്യണം. ഇനി ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് NCLEX എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം OSCE, പിന്നെ ഓഫ് കോഴ്സ് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പം NCLEX എക്സാം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, US, കാനഡ ഈ 3 കൺട്രിക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പം നമുക്ക് ഇൻ കേസ് നമുക്ക് പിന്നെ പ്ലാൻ മാറ്റി നമ്മൾ കൺട്രി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് സ്കോർ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പം നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണുള്ളതെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ NCLEX എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ആ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ.